അതുകൊണ്ട് തന്നെ ബർക്കത്തിനെ തേടുന്നവർ അള്ളാഹുവിനോടാണ് തേടേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് അതിന് ഒരു പരിഹാരമായിട്ട് ഇന്ന സ്ഥലത്ത് ബർക്കത്ത് കിട്ടുന്ന ഒന്നുണ്ട് എന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു കേന്ദ്രമോ അങ്ങനെ ഒരു ചിന്തയോ അങ്ങനെ ഒരു പ്രതീക്ഷയോ മറ്റൊന്നിലേക്കുണ്ടായാൽ അത് ഇസ്ലാമിൽ തൗഹീദിന് വരുന്ന മാറ്റമാണ്. പ്രതീക്ഷ മുഴുവനും അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ മുടിക്ക് ബർക്കത്തുണ്ട്, ആർക്കും തർക്കമില്ല. തർക്കിച്ചിട്ട് കാര്യമില്ല. നമ്മൾക്കപ്പോൾ തർക്കിച്ചിട്ട് അതിന് ബർക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇല്ലാതാവോ? ഒട്ടില്ലാതാനും. അങ്ങനെ ഇല്ലാന്നൊരുത്ത എഴുതി ചരിക്കാം. ഇപ്പൊ അൽമനാറിലടക്കം ലേഖനം വന്ന് ഏപ്രിൽ മാസത്തിൽ നബിന്റെ മുടിക്ക് പ്രത്യേകത ഒന്നുമില്ല, ഒരു ബർക്കത്തും ഇല്ല, അങ്ങനെ ഉണ്ട് വിശ്വസിക്കാനും പാടില്ല. അതുകൊണ്ട് ഇല്ലാതാവോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമ്മാനമായിട്ട് റസൂലുള്ളയുടെ ഏതെങ്കിലും ഒരു ആധാർ ഇത് ബർക്കത്തായിട്ട് നിങ്ങൾ കൊണ്ടുവച്ചോളൂ എന്ന് പറഞ്ഞൊരു സമ്പ്രദായവും ഉണ്ടായിട്ടില്ല. കാരണം ബർക്കത്ത് കിട്ടുക എന്നത് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് മാത്രമാണ്. ഇനി മുടി കിട്ടി എന്ന് പറയുന്ന സഹാബികളിലെ മുജാഹിദ് പ്രസ്ഥാനം നിഷേധിച്ചോ? അത് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മുജാഹിദിന് നബിയുടെ മുടിയിൽ ഒന്നുമില്ല എന്ന വിശ്വാസമുണ്ടെങ്കിൽ സഹോദര തിരുത്തണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നബിയുടെ മുടിക്ക് മാത്രമുണ്ട്, സഹാബികൾ ആ മുടി കൊണ്ട് ബർക്കത്തെടുത്തിട്ടുണ്ട്, മുജാഹിദുകൾ അതിനെ നിഷേധിച്ചിട്ടില്ല. കൃത്യമായി പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുടി സഹാബത്ത് സൂക്ഷിച്ച ഘട്ടങ്ങൾ എന്താണ് എന്ന് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹിന്റെ മുടി ഏതുപോലെ നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ ബാപ്പ മരിക്കുമ്പോ ബാപ്പ സ്ഥിരമായിട്ട് ഉപയോഗിച്ച പേന ബാപ്പയുടെ ഓർമ്മക്കായി എടുത്തു വെക്കൂ. സ്നേഹമുള്ള മക്കള് അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബാപ്പട്ട ജുബ്ബ, ഇനി ബാപ്പാന്റെ വല്ല മുടി എവിടെയും കൊഞ്ഞു അതെന്തിനാ ആരാധിക്കാനാ? അതിന് പുണ്യണ്ടെന്ന് വിചാരിക്കാനാ? അല്ലെങ്കിൽ അതിന് പുണ്യണ്ടെന്ന് വിചാരിക്കാനാ? അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാനാ? അല്ല, സ്നേഹമുള്ളവരൊക്കെ ചെയ്യണം. ഇൻഷാ അല്ലാഹ് സനദോടുകൂടിയുള്ള മുടി എന്ന് ഹദീസ്, സഹിയായ ഹദീസ് സ്വീകരിക്കാനുള്ള മാനദണ്ഡമനുസരിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയുണ്ട് എന്ന് കേട്ടാൽ ആ മുടിയിട്ട വെള്ളം കുടിക്കുന്നതിൽ മുൻനിരയിൽ ഞങ്ങളുണ്ടാകും, സലഫികളുണ്ടാകും. അതൊക്കെ പഠിപ്പിച്ചു തന്ന മുഹമ്മദ് റസൂലുള്ളയുടെ ഒരു ഷഅറെ മുബാറക്ക് സനദോടുകൂടി ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞാൽ ആ സനദ് കൃത്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്കത് പോയി കാണുന്നതിന് വിരോധമില്ല. റസൂലുള്ളയുടേത് തന്നെയാണ് എന്ന് വളരെ ഉറപ്പോടുകൂടി പറയുകയാണെങ്കിൽ അത് കാണും. എന്നാൽ അതിനെ തൊടുകയോ മുത്തുകയോ അതിലെ വെള്ളം കുടിക്കുകയോ ചെയ്യുക, ഇതിലൊന്നും കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശവും കാണുവാൻ സാധ്യമല്ല.